ഇത് കണ്ടിട്ട് ഇതിൻ്റെ പേരെന്താണെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നോട് പേര് പറഞ്ഞു തന്നിട്ടുണ്ട് ബാപ്പ, പക്ഷേങ്കിൽ മറന്നു പോയിട്ടോ. സംഭവം എന്തായാലും എനിക്കിത് വായിക്കൊള്ളാത്തൊരു പേരായതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. ഈ ഒരു സാധനം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഉള്ളിലൊരു സീഡ് ഉണ്ടാവും കേട്ടോ, അതിൻ്റെ ഒരു കുരു ഉണ്ടാവും. അത് കളഞ്ഞിട്ട് ഇതേപോലെ നല്ല ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു പരിപ്പിൽ, ഈ ചുവപ്പ് പരിപ്പ് അതാണ് കേട്ടോ എടുത്തത്. ഈ പരിപ്പിൻ്റെ കൂടെ ഈ ഒരു സംഭവം കൂടി ഇട്ട് കറി വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കറിൻ്റെ ടേസ്റ്റ് ടെക്സ്ചറും ഒക്കെ മാറി നല്ലൊരു ഫ്ലേവറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ തക്കാളി, പച്ചമുളക്, ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. തേങ്ങയിൽ വലിയ ജീരകമില്ല, അതും കൂടി ഇട്ടിട്ട് തേങ്ങയും കൂടി അരച്ചെടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് 2 വിസിൽ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താളിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിൽ കറിവേപ്പില, കടുക്, വറ്റൽമുളക്. നല്ല ടേസ്റ്റാണ് ചോറിനൊപ്പം ഇതേപോലെ പരിപ്പ് കറി ഉണ്ടാക്കി